കേട്ടോ ഹലോ, അപ്പം ഞാൻ ഇന്ന് എങ്ങോട്ടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായ സംഭവത്തിനാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഗടി കുത്തണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം അതൊന്ന് സാക്ഷാത്കരിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം, സ്വർണ്ണത്തിനൊക്കെ അപാര റേറ്റാണ്. ഗോൾഡ് വർക്കേഴ്സ് ആയി കാരണം വീട്ടിൽ അച്ഛൻ കുത്തിത്തരാന്നൊക്കെ ഞാൻ കുറേ അച്ഛനോട് കുത്തിത്തരാനൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷെ അച്ഛന് ഞങ്ങളുടെ മക്കളുടെ മേൽ കൈവയ്ക്കാൻ ഭയങ്കര പേടിയായി കാരണം അച്ഛൻ കുത്തി തന്നില്ല. അപ്പം ഞങ്ങൾ തറവാട്ടിൽ തന്നെ ഒരു ഏട്ടൻ്റെ കടയ്ക്കാണ് പോണത്. അപ്പം എനിക്ക് അവിടെ കണ്ട ആ ബ്ലാക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ ഇതാണ് ബുഗടി എടുത്തത്. അത് എന്താ പറയുക, അത്യാവശ്യം ഒരു എന്താ പറയുക ഒരു 6000 ഒക്കെ ഏതാണ്ടൊക്കെ അതിന് മേലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുത്താൻ വേണ്ടി പോവാണ്. അപ്പോൾ അവിടുത്തെ ഏട്ടനോടാണ് കുത്തിത്തരാൻ പറഞ്ഞത്. ഏട്ടനെ കുത്തിത്തരാമെന്ന് പറഞ്ഞു. കൂടെ ഒരാളെ വിളിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ഇപ്പം തന്നെ കുത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, വാങ്ങാമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അപ്പോൾ ആദ്യം അടയാളമൊക്കെ ഇട്ടു കേട്ടോ. അടയാളം ഇട്ടിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കാനൊക്കെ പറഞ്ഞതിനോട്. അപ്പോൾ ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയപ്പോൾ ഏതാണ്ടൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് ശേഷം സ്ക്രീനിലൊന്ന് കാണാം ഗീസ്. അപ്പോൾ കുത്താൻ പോവുകയാണ്. അല്ല എടുത്തോർത്തു കേട്ടോ കേട്ടോ. കേറുന്നില്ലേ? കേറുന്നില്ലേ? അവിടെ ഭയങ്കര തൊലിക്കട്ടി കേട്ടോ. എനിക്ക് ഓൾറെഡി കാണാൻ പറ്റുന്ന തൊലിക്കട്ടിയാണ്. പക്ഷെ ആ ഭാഗത്ത് ഭയങ്കര കട്ടിയായി കാരണം ആണിയൊന്നും കയറുണ്ടായിരുന്നില്ല. തെറിച്ചൊക്കെ പോവുകയും ചെയ്തു. പിന്നെ ഗണ്ണ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത് കാരണം പഴുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ആണിയോണ്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഒരു ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പൊക്ക് എൻ്റെ ആ ചെമ്മൂപ്പിൻ്റെ കയ്യിൽ നിന്ന് ആണിയൊക്കെ തെറിച്ച് എൻ്റെ ഡ്രസ്സിലൊക്കെ വീണു. പിന്നെ രണ്ടാമത് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത ശേഷമാണ് കുത്തിയത് കേട്ടോ. നല്ല വിലയായ കാരണം. ഇനി രണ്ടാമത്തെ ചെവിടുമുള്ള കുത്തലാട്ടോ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉറപ്പാണ്. കാരണം നമ്മുടെ ഇടത്തെ സൈഡ് കുറച്ചും കൂടി വില ഉണ്ടാവുമെന്ന് തോന്നുന്നു. അത് കാരണം കുത്താൻ വേണ്ടി ഇരുന്നപ്പോൾ നല്ല വേദനയായിരുന്നു. പോയി അയ്യോ ഇനി വീണ്ടും കുത്തണ്ടേ? ബ്യൂട്ടി ഓൾവേസ് വിൻ വിത്ത് നോ പെയിൻ എന്നൊക്കെയാണല്ലോ എൻ്റെ ഒരു കോട്ടൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ആ വേദന സഹിക്കാനായിട്ട് തയ്യാറായി. അപ്പോൾ ആക്ച്വലി അതൊക്കെ കുത്തിക്കഴിഞ്ഞിട്ടുള്ള ഇത്ര ഞാൻ കട്ടിത്തരട്ടെ. അപ്പോൾ ഭയങ്കര വേദനയായിരുന്നു സത്യം പറയാലോ. ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആണി കൊണ്ടുള്ള കൂടെ ആകുമ്പോൾ നല്ല വേദനയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓരോ ആസനങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അത് എത്ര റേറ്റ് ഇത് എത്ര റേറ്റ് എന്നൊക്കെ വെറുതെ ചോദിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം വെച്ചിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുറേ നേരം കത്തിയൊക്കെ വെച്ചിരുന്ന് റെഡിയായി. ഒരു റൗണ്ട് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും കുത്താൻ ആരംഭിച്ചിട്ട് സകല ബലം എടുത്തിട്ടാണ് ഏട്ടൻ കൊത്തി തരുന്നത്. പിന്നെ പറഞ്ഞു ഞാൻ ഇനി ഒരിക്കലും ഗൺ ഷോട്ട് അല്ല മറ്റേ പെണ്ണുകൊണ്ടുള്ള അതായത് എന്താ ഞാൻ പറയുന്നത് ആണി കൊണ്ടുള്ള കുത്തൽ ഞാൻ ഇനി കുത്തില്ല. ഞാൻ ഇനി കംപ്ലീറ്റ് ഗൺ ഷോട്ടേ ചെയ്യൂ എന്നൊക്കെ മൂപ്പര് പറഞ്ഞോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ പറഞ്ഞ കാരണം ചെയ്തു തന്നു മാത്രമേ ഉള്ളൂ. പിന്നെ കമ്മലിട്ട് തരുന്ന പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ കമ്മലൊക്കെ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് ഭംഗിയുണ്ടോന്നൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. കുറേ നാളത്തെ ആഗ്രഹമാണ്. അപ്പോൾ വേദനയൊന്നും നോക്കിയില്ല. അപ്പോൾ 2 മൂക്കും കുത്തി ബുഗടിയും കുത്തി. ഇനി ഞാൻ കുത്തൊന്നുമില്ല കേട്ടോ. എൻ്റെ ആഗ്രഹമൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായി. അപ്പോൾ എൻ്റെ ഈ ബുഗടി കുത്തിന് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതാണ് എനിക്ക് വേദന കൂടുതൽ. അതാ വേദന കൂടുതൽ. അതാ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുത്തുന്നു. ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കുത്തുന്നു.
അങ്ങനെ ബുഗടി എല്ലാം കുത്തി കഴിഞ്ഞ് പിന്നെ എനിക്കൊരാഗ്രഹം തോന്നിട്ടോ. അപ്പോൾ എൻ്റെ 1-2 റിങ് മൂക്കും എന്താ പറയുക സ്പിൻ റിങ് ഒരുവിധം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു മൂക്കുത്തിയും കൂടി എടുത്തു കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ബുഗടി ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് നോക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പുവെള്ളമൊക്കെ ഒന്ന് സെറ്റാക്കി ഒഴിച്ചപ്പോൾ സമാധാനമായി. അപ്പോൾ